ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. പ്രദോഷമാണ്, ശുക്ലപക്ഷ പ്രദോഷം. ത്രയോദശി തിഥിയിലാണ് നമ്മൾ പ്രദോഷമായിട്ട് ആചരിക്കുന്നത്. അതിൽ തന്നെ ത്രയോദശി എപ്പോഴാണോ സന്ധ്യാസമയത്ത് വരുന്നത് ആ ദിവസമാണ് നമ്മൾ പ്രദോഷമായിട്ട് ആചരിക്കുന്നത്. ഇവിടെ ത്രയോദശി തിഥി ആരംഭിക്കുന്നത് 2026 മെയ് മാസം 28 രാവിലെ 7:56 മുതൽ 29 രാവിലെ 9:50 വരെയാണ്. അങ്ങനെ വരുമ്പോൾ 28 സന്ധ്യാസമയത്ത് ത്രയോദശി തിഥിയുള്ളത്. 28 വ്യാഴാഴ്ച. അന്നാണ് നമ്മൾ പ്രദോഷമായിട്ട് ആചരിക്കുന്നത്. വ്യാഴാഴ്ച വരുന്ന പ്രദോഷത്തിനെ ഗുരുപ്രദോഷം എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രദോഷം ആചരിക്കുന്നത്? മഹാദേവന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് പ്രദോഷം ആചരിക്കുന്നത്. പാലാഴി മഥന സമയത്ത് ഭഗവാൻ മഹേശ്വരൻ കാളകൂട വിഷം ഭക്ഷിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഫലമായിട്ട് ഭഗവാന് ഒരു വലിയ ക്ഷീണമുണ്ടാവുകയും അദ്ദേഹം ശ്രീ പാർവതീദേവിയുടെ മടിയിൽ തലവെച്ച് വിശ്രമിക്കുകയും ചെയ്തു. ആ സമയത്ത് സകല ദേവഗണങ്ങളും ഭഗവാന്റെ ചുറ്റും കൂടി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു. അങ്ങനെ ഭഗവാൻ ഒരു ത്രയോദശി സന്ധ്യാസമയത്ത് ഉണർന്നെഴുന്നേൽക്കുകയും വിഷമിച്ചു നിന്നിരുന്ന പാർവതീദേവിയെ സന്തോഷിപ്പിക്കുന്നതിനായിട്ട് അദ്ദേഹം ആനന്ദ നടനം ആടി എന്നാണ് വിശ്വാസം. നന്ദി ഭഗവാന്റെ കൊമ്പുകൾക്കിടയിലൂടെ ആനന്ദ നടനം ആടി. ഭഗവാൻ ഉണർന്നെഴുന്നേറ്റ് ആനന്ദ നടനം ആടിയ ആ സന്തോഷത്തിൽ സരസ്വതി ദേവി വീണമീട്ടുകയും ഗന്ധർവന്മാർ പാട്ടുപാടുകയും അപ്സരസുകൾ നൃത്തം ചെയ്യുകയും ചെയ്തു. എല്ലാവരും ആനന്ദിച്ചു. സകല ദേവഗണങ്ങളും മുനീശ്വരന്മാരും സപ്തർഷികളും എല്ലാവരും തന്നെ ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു. അങ്ങനെ എല്ലാ ദോഷങ്ങളും മാറ്റുന്ന ആ ത്രയോദശി സന്ധ്യാകാലമാണ് നമ്മൾ പ്രദോഷമായി ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രദോഷ ദിവസം സന്ധ്യാപ്രാർത്ഥനയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം. സന്ധ്യാസമയത്ത് ആര് എവിടെയിരുന്ന് നമഃശിവായ മന്ത്രം ജപിക്കുന്നുവോ അവിടെ സകല ദേവന്മാരുടെയും സാന്നിധ്യം ഉണ്ടാകുമെന്നും എല്ലാ ദേവന്മാരുടെയും ദേവിമാരുടെയും അനുഗ്രഹം നമുക്ക് ഉണ്ടാകുന്നു എന്നുമാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ സന്ധ്യാസമയത്തെ പ്രാർത്ഥന യാതൊരു കാരണവശാലും മുടക്കുവാൻ പാടുള്ളതല്ല. പ്രദോഷത്തിന് വ്രതനിഷ്ഠയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ധാരാളം ഭക്തജനങ്ങളുണ്ട്. എങ്ങനെയാണ് പ്രദോഷ വ്രതം അനുഷ്ഠിക്കേണ്ടത്? അതിൻ്റെ ശരിയായ രീതി എന്ന് പറയുന്നത്, രാവിലെ കുളിച്ച് നമ്മൾ ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിച്ച് ഭസ്മം തൊട്ട് പിന്നീട് രാവിലെ മുതൽ സന്ധ്യയ്ക്ക് ദീപാരാധന പ്രാർത്ഥന വരെ നമ്മൾ ഉപവാസമാണ്. അതാണ് ശരിയായ രീതി. ഉപവസിച്ചതിന് ശേഷം ദീപാരാധന പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ക്ഷേത്രത്തിലേക്ക് കരിക്ക് പഴങ്ങളൊക്കെ നേദിക്കാനായിട്ട് കൊടുക്കും. അവിടെ പൂജിച്ച് നമുക്ക് കരിക്കും ആ പഴങ്ങളുമൊക്കെ തരും. അങ്ങനെ ദീപാരാധന പ്രാർത്ഥനയ്ക്ക് ശേഷം ആ കരിക്കിന്റെ വെള്ളം കുടിച്ച് നമ്മുടെ ആ ഒരു ഉപവാസം അവസാനിപ്പിക്കും. പിന്നീട് അവിടെ നിന്നും നമുക്ക് നേദിച്ചു തരുന്ന ആ പഴവർഗ്ഗങ്ങൾ അതും നമുക്ക് ഭക്ഷിക്കാവുന്നതാണ്. അതോടുകൂടി നമ്മുടെ ആ ഒരു വ്രതം അവസാനിച്ചു. പിന്നീട് അരിഭക്ഷണം കഴിക്കണമെന്നാണ് ശാസ്ത്രം. അതായത് ഒന്നുകിൽ ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന ചോറ്, അല്ലെങ്കിൽ നമ്മൾ ഉണക്കലരിയോ പച്ചരിയോ വറ്റിച്ചിട്ട് അത് നമ്മൾ വെച്ചിട്ട് മോര് അല്ലെങ്കിൽ ഉള്ളി ചേർക്കാത്ത ചമ്മന്തി ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. മോരും ചമ്മന്തിയും അതാണ് സാധാരണ കഴിക്കുന്നത്. നമുക്കിവിടെ തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രമുണ്ട്. അവിടെ പ്രദോഷ ദിവസം സന്ധ്യയ്ക്ക് ശേഷം അവിടെ നമുക്ക് ചോറും സാമ്പാറും മോരും ചമ്മന്തിയൊക്കെ കിട്ടും. അത് കഴിക്കുന്ന ധാരാളം ഭക്തജനങ്ങളുണ്ട്. അതല്ലാതെ നമുക്ക് നേദ്യച്ചോറ് അത് മേടിച്ച് കഴിക്കുന്ന ആളുകളുമുണ്ട്. നമ്മുടെ ഇഷ്ടം. നമുക്കല്ലെങ്കിൽ നമ്മുടെ അടുത്ത് അങ്ങനെ
നമുക്ക് മേടിക്കാൻ സൗകര്യമില്ലെങ്കിൽ വീട്ടിൽ നമുക്ക് പച്ചരി അല്ലെങ്കിൽ ഉണക്കലരി വെച്ചിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം അല്പം ജലം അല്ലെങ്കിൽ കരിക്കിന്റെ വെള്ളമൊക്കെ ഭഗവാന്റെ ആ ഒരു ഫോട്ടോയുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അത് നമുക്ക് പ്രസാദമായി സ്വീകരിച്ചിട്ട്, പഴങ്ങൾ നമുക്ക് പ്രസാദമായിട്ട് സ്വീകരിച്ചിട്ട്, അല്ലെങ്കിൽ തീർത്ഥജലം നമുക്ക് പ്രസാദമായിട്ട് സ്വീകരിച്ചതിന് ശേഷം നമ്മൾ തന്നെ വെച്ചുണ്ടാക്കിയ ആ ചോറും അല്പം മോരും ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ച് നമ്മുടെ ആ ഒരു വ്രതം അവസാനിപ്പിക്കാം. ഇനി വ്രതനിഷ്ഠയിൽ ഇരുന്നില്ല എങ്കിൽ പോലും സന്ധ്യാസമയത്ത് നിർബന്ധമായും എല്ലാ ഭക്തജനങ്ങളും നമഃശിവായ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കണം. പലർക്കുമുള്ള സംശയമാണ്, ഏകാദശി എടുക്കുന്ന ആളുകൾക്ക് പ്രദോഷം എടുക്കാൻ പാടുണ്ടോ? അങ്ങനെ വരുമ്പോൾ രാവിലെ പാരണ വീടുമ്പോൾ നമ്മൾ തീർത്ഥം സേവിക്കുകയും എന്തെങ്കിലും പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഭക്ഷിക്കുകയും ചെയ്യുമല്ലോ, പിന്നെ എങ്ങനെയാണ് പ്രദോഷം എടുക്കുന്നത് എന്ന ഒരു സംശയം ഉണ്ടാകും. നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ത്രയോദശി സന്ധ്യയ്ക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏകാദശി വ്രതം അനുഷ്ഠിച്ചു വരുന്നു, ആ ഏകാദശി പൂർത്തിയാക്കണം, അത് ഭഗവാന് സമർപ്പിക്കണം. അത് കൃത്യസമയത്ത് തന്നെ, പാരണാ സമയത്ത് തന്നെ, രാവിലെ തന്നെ, പാരണാ സമയം തുടങ്ങുന്ന ആ സമയത്ത് തന്നെ പ്രാർത്ഥിച്ച് കഥയൊക്കെ പറഞ്ഞ് നാമം ജപിച്ച് ഭഗവാന് വൈകുണ്ഠപതിക്ക് സമർപ്പിക്കണം. സമർപ്പിച്ചതിന് ശേഷം, നമ്മൾ ഏകാദശി ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം ആ സമയത്ത് നമുക്ക് തീർത്ഥം സേവിക്കാം. തീർത്ഥം സേവിച്ച് നമ്മൾ ഏകാദശി ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം ആ നിമിഷം കഴിഞ്ഞതിന് ശേഷം, സമർപ്പിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് നമഃശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് പ്രദോഷത്തിലേക്ക് കടക്കാം. അല്ലാതെ ഏകാദശി അവസാനിപ്പിക്കാതെ പ്രദോഷത്തിലേക്ക് കടക്കാൻ പാടുള്ളതല്ല. ഏകാദശി പൂർണ്ണമായിട്ടും ഭഗവാന് സമർപ്പിക്കണം. അതിനുശേഷം പിന്നീട് നമുക്ക് മഹാദേവനോട് പ്രാർത്ഥിച്ച്, ഭഗവാനെ ഇന്നേ ദിവസം ഞാൻ പ്രദോഷ വ്രതത്തിലേക്ക് കടക്കുകയാണ് എന്ന് പറഞ്ഞ് നമസ്കരിച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ഉപവസിക്കണമെങ്കിൽ ഉപവസിക്കാം. അസുഖമുള്ള ആളുകൾക്ക് പാലും പഴങ്ങളും കഴിച്ചിരിക്കാം, അല്ലെങ്കിൽ ജലം മാത്രം കുടിച്ചിരിക്കാം. മരുന്ന് കഴിക്കുന്ന ആളുകൾ അവര് അതനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. പൂർണ്ണമായിട്ടും ഉപവസിക്കാൻ ചിലപ്പോൾ ചിലർക്ക് പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് പഴങ്ങൾ കഴിക്കാം, പാലും പഴങ്ങളും കഴിക്കാം. നമ്മൾ ഏകാദശിക്ക് കഴിക്കുന്നത് പോലെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം. പക്ഷെ ധാന്യവർഗ്ഗങ്ങൾ ഉപയോഗിക്കേണ്ട. ചോറ് നമുക്ക് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് കഴിക്കാം. ആ രീതിയിൽ നിങ്ങൾ തന്നെ ഒരു ക്രമം നിശ്ചയിച്ചിട്ട് അതനുസരിച്ചിട്ട് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഏകാദശി പാരണ വീടാതെ പ്രദോഷത്തിലേക്ക് കടക്കരുത്. ഏകാദശിയും പ്രദോഷവും ഒരു വ്യക്തിക്ക് തന്നെ എടുക്കാവുന്നതുമാണ്. പലരും പറഞ്ഞു തരും അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞു തരും. പക്ഷെ അങ്ങനല്ല. നമ്മൾ ഹിന്ദുമത വിശ്വാസികൾ ബഹുദൈവ വിശ്വാസികളാണ്. ഒരേ സമയം കൃഷ്ണനെയും ശിവനെയും കാളിയെയും മുരുകനെയും ആരാധിക്കുന്ന, നാഗങ്ങളെയും ആരാധിക്കുന്ന വിശ്വാസികളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം സർവേശ്വരന്റെ വിവിധ ഭാവങ്ങൾ മാത്രമാണ് ഈ മൂർത്തികളെന്ന്. എല്ലാം ഒന്നു തന്നെയാണ് എങ്കിലും നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇപ്പോ എല്ലാം ആഹാരം തന്നെ ഇല്ലേ? എന്ത് കഴിച്ചാലും നമ്മുടെ ആ വിശപ്പ് മാറും. എന്ത് ആഹാരം കഴിച്ചാലും വിശപ്പ് മാറും. പക്ഷെ നമ്മൾ രാവിലെ ഒരു ആഹാരക്രമം നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഉച്ചകലത്തേക്കുള്ള ആഹാരം അതിനും നമ്മളൊരു ക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന ആഹാരങ്ങളൊക്കെ ഉച്ചയ്ക്ക് കഴിക്കാം, രാവിലെ ഇന്ന ആഹാരങ്ങൾ കഴിക്കാം, രാത്രിയിൽ ഇന്ന ആഹാരങ്ങൾ കഴിക്കാം, അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് മുമ്പ് ആഹാരം കഴിച്ചു നിർത്താം. പക്ഷെ ഇതിനെല്ലാം കൂടി ചേർത്ത് നമ്മൾ എന്താ പറയുന്നത്? ആഹാരം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് മരുന്നുകളും ഇല്ലേ? മരുന്നുകൾ പല രോഗങ്ങൾക്കും പല മരുന്നുകളാണ്. പക്ഷെ ഈ മരുന്നുകൾക്കെല്ലാം കൂടിച്ചേർന്ന് നമ്മൾ ഒറ്റ പേരാണ് പറയുന്നത്. നമ്മൾ ഒരു ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടർ പനിക്ക് ഈ മരുന്ന് കഴിക്കാൻ പറയും, വയറുവേദനയ്ക്ക് ഈ മരുന്ന് കഴിക്കാൻ പറയും. ഈ മരുന്നുകളുടെ പേരിന് വ്യത്യാസമുണ്ടാകും, പക്ഷെ ഇതെല്ലാം മരുന്ന് തന്നെയാണ് അല്ലേ? ഇതെല്ലാം രോഗം മാറ്റുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈശ്വരനും. എല്ലാം ഒന്ന് തന്നെ. മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഏകാദശി എടുക്കും. മഹേശ്വരന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രദോഷം എടുക്കും. ശനിദോഷങ്ങൾ മാറുന്നതിന്, കഷ്ടകാലം മാറുന്നതിന്, ദുരിതങ്ങൾ മാറുന്നതിന്,
എന്തെങ്കിലും ഒരു കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ മാറുന്നതിനൊക്കെ തന്നെ നമ്മൾ പ്രദോഷമെടുക്കും. അതുപോലെ ജാതക ദോഷങ്ങൾ, കുടുംബദോഷങ്ങൾ, മുൻജന്മ ദോഷങ്ങൾ, ഇങ്ങനെയുള്ള ദോഷങ്ങൾ മാറുന്നതിനായിട്ട് നമ്മൾ കുട്ടികൾക്ക് ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഷഷ്ടിവ്രതം എടുക്കും. നല്ല വിവാഹം ലഭിക്കുന്നതിന് വേണ്ടി, നല്ല ഭർത്താവിനെ ലഭിക്കുന്നതിന് വേണ്ടി, നല്ല മാംഗല്യം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പരമേശ്വരനെ പ്രാർത്ഥിക്കും. അങ്ങനെ പല രീതിയിൽ നമ്മൾ ഈ പല പല മരുന്നുകൾ കഴിക്കുന്നത് പോലെ പല രൂപത്തിൽ ഈശ്വരനെ ആരാധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഷഷ്ടിവ്രതം എടുക്കുന്ന ആളുകൾക്ക് പ്രദോഷമെടുക്കാം, പ്രദോഷമെടുക്കുന്ന ആളുകൾക്ക് ഏകാദശിയും എടുക്കാം. പക്ഷേ ഓരോന്നും കൃത്യസമയത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന അതിൻ്റെതായ അധിഷ്ഠാന ദേവതയ്ക്ക് സമർപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ അടുത്ത ഒരു വ്രതത്തിലേക്ക് കടക്കാൻ. അക്കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. പൂർണ്ണമായ ഉപവാസം ആരോഗ്യമുള്ള ആളുകൾ മാത്രം എടുക്കുക. അല്ലാത്ത ആളുകൾ ലഘുഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് പാലും പഴങ്ങളോ അല്ലെങ്കിൽ പഴങ്ങൾ മാത്രമോ ജലമോ നാരങ്ങ വെള്ളമോ ഒക്കെ കുടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ ഈശ്വരനെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യമെന്ന് ചിന്തിക്കുക. പ്രദോഷം എല്ലാ ദോഷങ്ങളും അകറ്റുന്നതാണ്. മഹേശ്വരന്റെ പ്രീതിക്ക് വേണ്ടി പ്രദോഷം അനുഷ്ഠിക്കുക. വ്യാഴാഴ്ച വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹവും ലഭിക്കും. ശനിദോഷം അകലുന്നതിന് ജാതകത്തിൽ വ്യാഴം അനിഷ്ടഭാവത്തിൽ നിൽക്കുന്ന ആളുകള്, സാമ്പത്തികമായി നിരന്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകള്, ജോലിയിൽ ഉയർച്ചയുണ്ടാകാത്ത ആളുകള്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ വ്യാഴാഴ്ച വരുന്ന പ്രദോഷം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.